ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് എനിക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നൈറ്റ് കിടന്നിറങ്ങി രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു വ്യൂ ആണ്. ബട്ട് ഫോർ മീ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഞാനറിയില്ല. എന്നിട്ട് പിന്നെ ഹോസ്റ്റലിൽ പോകും, കിടന്നുറങ്ങും. ടിപ്പിക്കലി ഞാൻ മറ്റൊരു ചന്ദ്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല്ലും പിന്നെ വാമ്പേഴ്സിൻ്റെ ഒന്നും കഴിവില്ലെന്നേ ഉള്ളൂ. ലൈഫ് സ്റ്റൈലെല്ലാം ഏകദേശം ചന്ദ്രനെ പോലെ തന്നെയാണ്. എക്സൈറ്റ് ആവാനും മാത്രമൊന്നും ഉള്ള ഒരു ദിവസമല്ല എനിക്ക് സൺഡേ. കിടക്കുക, ഉറങ്ങുക, പിന്നെ അലക്കുക ഈസ് എ ബിഗ് പണി. ഹോസ്റ്റലേഴ്സ് വരൂ, കമൻറ്റ് ചെയ്യൂ. ഇനി എനിക്ക് ഇവിടുന്ന് എപ്പോഴാണ് ബസ്സെന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഇവിടുന്ന് ബസ് കിട്ടലൊക്കെ ഭയങ്കര കോമഡിയാണ്. 1 മണിക്കൂറിൽ ഒരു ബസ് എപ്പോഴെങ്കിലും വന്നു പോകും. പക്ഷെ ആ ബസ്സിൻ്റെ സമയം ബസ് വരുന്ന ഓടിക്കുന്ന ആൾക്കറിയില്ല, കണ്ടക്ടർക്കറിയില്ല, അതിലുള്ള ആൾക്കാർക്കറിയില്ല. അവിടെ വഴിയിലുള്ള ആരോടെങ്കിലും ബസ് എപ്പോഴാ ചേട്ടാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും ഇപ്പോൾ ഒരെണ്ണം വന്നു പോയേ ഉള്ളൂ. സലിംകുമാർ പറയുന്നത് ട്വിസ്റ്റ് ട്വിസ്റ്റ് ട്വിസ്റ്റ്. സംഭവം ഞാനിവിടെ വന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞു. ബസ് ഇതുവരെ വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടെ കഴിയുമ്പോഴായിരിക്കും വരുന്നത്. ആർക്കറിയാം. ആ സ്റ്റിക്കർ ഇടാൻ തോന്നുന്നു. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി എഴുതുന്ന ഞാൻ ഇപ്പം സമയം എത്രയായി? ഐ ഗസ് ഏകദേശം ഒരു 10:45, 11 മണിയായിട്ടുണ്ട്. ഐ ഷുഡ് ഗോ ആൻഡ് ബൈ ടോപ്പ്. അപ്പം എനിക്കൊരു പുതിയ ടോപ്പ് എടുക്കാൻ ഇപ്പം ഭയങ്കര കൊതി. അപ്പം നമുക്ക് സ്റ്റുഡിയോ വരെ ഒന്ന് പോയി നോക്കാം, ടോപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടുന്ന് സ്റ്റുഡിയോയിലോട്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമ്മൾ നേരത്തെ വരുന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇറങ്ങാം. ഓക്കെ. പാളയം സ്റ്റുഡിയോയിലാണ് ഞാൻ ടോപ്പ് വാങ്ങാനായിട്ട് പോയത്. ഇവിടെ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡിയോ ഷോപ്പിംഗ് ആയിരുന്നു. അത്യാവശ്യം കാഷ്വൽ വെയേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ടോപ്സ് ഞാൻ ട്രൈ ചെയ്തു. ഏകദേശം ഞാനൊരു 4 ടോപ്പൊക്കെ നോക്കി അതിൻ്റെ ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങിയപ്പം നൈസ് മഴ. ബസ് സ്റ്റോപ്പ് പോലും അറിയത്തില്ലാണ്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ 3 ബസ് പോവുകയും ചെയ്തു. പിന്നെ ഒരു തരത്തിൽ ബസ്സൊക്കെ കിട്ടി. If you like this video, please share, subscribe and like my channel.